അപ്പോൾ ADGPക്കെതിരായ PV അൻവർ MLA ആരോപണങ്ങളെ അങ്ങനെയങ്ങ് തള്ളിക്കളയുന്നില്ല ആഭ്യന്തര വകുപ്പ് എന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ DGPയോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. പോലീസ് ആസ്ഥാനത്ത് DGP ഉന്നത IPS ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുകയും ചെയ്തു. അതേസമയം മലപ്പുറം SP ക്യാമ്പ് ഓഫീസിൽ നിന്ന് അനധികൃതമായി മരം മുറിച്ചു എന്ന പരാതിയിൽ തൃശൂർ റേഞ്ച് DIG അന്വേഷണം നടത്തും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, അങ്ങനെ PV അൻവറിന്റെ ആരോപണങ്ങളെ അങ്ങനെയങ്ങ് തള്ളുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ഈ റിപ്പോർട്ട് തേടൽ നടപടിയിലൂടെ? ഷഫീദ്, CPM മുന്നറിയിപ്പുകൾ പരസ്യം വെല്ലുവിളിച്ചാണ് ഇന്നും PV അൻവർ, ഭരണകക്ഷി MLA ആയിട്ടുള്ള PV അൻവർ ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനം തുടർന്നത്. അതിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ P ശശി, അതേപോലെ ലോ ആൻഡ് ഓർഡർ ADGP MR അജിത്കുമാർ, ഇവരെ ലക്ഷ്യം വെച്ചുള്ള PV അൻവറിന്റെ നിലപാട് അത് ഉറച്ച നിലപാടാണെന്ന് ഇപ്പോൾ CPM സർക്കാരും വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് അദ്ദേഹം ലോ ആൻഡ് ഓർഡർ ADGPയെ വിശേഷിപ്പിച്ചത് പോലും നൊട്ടോറിയസ് ക്രിമിനൽ എന്നാണ്. അപ്പോൾ അത്രത്തോളം ഗൗരവമുള്ള ആരോപണം ഒരു ഭരണകക്ഷി MLA തന്നെ ഉയർത്തുമ്പോൾ അക്കാര്യത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ഈ മലപ്പുറം SP ക്യാമ്പ് ഹൗസിലെ മരം മുറി മുതൽ ഇങ്ങോട്ടേക്ക് ഇന്ന് വന്ന ലേറ്റസ്റ്റ് ആരോപണം അടക്കമുള്ള കാര്യങ്ങളിലെ വിവരങ്ങളാണ് സംസ്ഥാന പോലീസ് മേധാവിയോട് മുഖ്യമന്ത്രി തേടിയിട്ടുള്ളത്. അതിനുശേഷം പോലീസ് ആസ്ഥാനത്ത് ഉന്നത IPS ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. DGP വിളിച്ചത് പ്രകാരമായിരുന്നു ആ യോഗം ഉണ്ടായത്. ഉടൻ തന്നെ മുഖ്യമന്ത്രിക്ക് ആ റിപ്പോർട്ട് കൈമാറും എന്നുള്ളതാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം ഈ മലപ്പുറം ക്യാമ്പ് ഹൗസിലെ SP ഓഫീസിലെ SP ക്യാമ്പ് ഹൗസിലെ ഈ അനധികൃത മരമുറി, അക്കാര്യത്തിൽ DGPക്ക് പലതരത്തിലുള്ള പരാതികൾ ലഭിച്ചിരുന്നു. ആ പരാതി തൃശൂർ റേഞ്ച് DIG അന്വേഷിക്കാനായി ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ഉന്മേഷ്, ശരി. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.